ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ വേറെ ഒന്നുമല്ല, അതായത് ഫാഷൻ പരേഡിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഫാഷൻ പഠിക്കാൻ പോയി എന്ന് പറഞ്ഞിട്ടോ ആ കൊച്ചുണ്ടല്ലോ, ഏത് മഞ്ജു പിള്ളേന്റെയും സുജിത്തിന്റെയും മകള്, അവരെന്തോ ഒരു പേഷന്റ് എന്തോ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഡ്രസ്സ് അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം എന്താ പേഷനാട് ചെയ്ത്, എന്തോ ഒരു കോലം കെട്ടിലാട് ചെയ്തെന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇതൊന്നും വലിയ പേഷനായിട്ടൊന്നും എന്ത് പേഷനാണോ ഇത് പേഷനാണോ? ഞാൻ പറയുന്നത് കേൾക്കെങ്കിൽ മഞ്ജു പിള്ളയോട് എനിക്ക് പറയാനുള്ളത്, മകളെ ന്യായീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും സുരേഷ് ഗോപിയെയും ദിലീപിനെയും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നോക്കപ്പെടുന്നത്. അവരുടെയൊക്കെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാളുടെ കോലം കെട്ടിയിട്ടോ അല്ലെങ്കിൽ പേഷനാന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അവരൊന്നും നടക്കത്തില്ലടോ. അവരൊക്കെ ഭയങ്കരമായിട്ട് എന്നാ പറയേണ്ടത് ഇതില്ലതാണ്. അവരെ അച്ഛന്മാരോടും വീട്ടുകാരോടും അതുപോലെ തന്നെ അവരെ അച്ഛനെ സ്നേഹിക്കുന്നവരോടൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര എന്താ പറയുക സ്നേഹമുള്ളതാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പേഷനോ കാര്യത്തിനോ ഒന്നും. ഇപ്പം മോഹൻലാലിൻ്റെ മകൾക്ക് വിസ്മയക്ക് എവിടെ വേണമെങ്കിലും പേഷനാക്കിയിട്ട് നടന്നൂടെ? ഭയങ്കര പേഷനായിട്ട് നടന്നൂടെ? എന്നിട്ട് പേഷനായിട്ട് നടക്കുന്നുണ്ടാ? എന്തിനധികം പറഞ്ഞാൽ നമ്മളെ ലിസീൻ്റെയും പ്രിയദർശൻ്റെയും മകളായ കല്യാണി എവിടെയെങ്കിലും പേഷനായിട്ട് നടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അനാവശ്യമായിട്ടുള്ള മോശമായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് നിങ്ങൾ ധരിച്ചിട്ട് കണ്ടിട്ടുണ്ടോ? അങ്ങനെ നമ്മുടെ മമ്മൂക്ക കുടുംബമായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിൻ്റെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുരേഷ് ഗോപിൻ്റെ കുടുംബം, അതായത് ആ പെൺകുട്ടികളെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉള്ള കാര്യം എന്താ പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയണ്ടത്, ആ ഒരു ലെവലിൽ തന്ത എങ്ങനെയാണ്, സുരേഷ് ഗോപി എങ്ങനെയാണ്, അയാളുടെ പോലെയുള്ള മക്കളോടൊന്നും വലിയ അഭിപ്രായമില്ല. ഇളയക്കിനോടൊന്നും എനിക്കൊരു അഭിപ്രായമില്ല. അവനൊക്കെ എന്ന് പറഞ്ഞാൽ ബാബുയോ കോടാലി പോലെയാണ്. പക്ഷെ പെൺകുട്ടികളൊക്കെ നല്ല ഇതാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നല്ല കൾച്ചറിൽ വളരുന്നതാണ്. പക്ഷേ അവിടെയാണ് ഈ ചില നടിമാരുടെ, അല്ലെങ്കിൽ ഇപ്പോൾ മഞ്ജു പിള്ള എന്താ പറയണ്ടത് മകളോട്, മോളെ അത് ശരിയല്ല മോളെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ കണ്ണേർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയാണ്. ഇനിയിപ്പോൾ രജിത് കുമാർ പറഞ്ഞ പോലെ ഈ കണ്ണേർ തട്ടിയിട്ടാണ് ഒരു രേണുസുതിക്ക് ക്യാൻസർ എന്നുപോലെ എനിക്ക് പോലും സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പിരാക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര പിരാക്കായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ആരെ കാണിക്കാൻ വേണ്ടിയിട്ട്, ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? ഇതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പൊങ്കാല വരും. അതുപോലെ തന്നെ നാട്ടുകാർ മോശം പറയുന്നെന്ന് ഇവർക്ക് തന്നെ അറിയാം. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾക്ക് എന്തെങ്കിലും കിട്ടുന്നതാണെങ്കിൽ, അതായത് നമുക്ക് കുറച്ച് ഫെയിം കിട്ടുന്നതല്ലേ. ചില ആൾക്കാർ വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തുണിയൊക്കെ അങ്ങ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിലയാണ് അല്ലെങ്കിൽ ഭയങ്കര സംഭവമാണെന്നൊക്കെയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതായത് കുടുംബസ്നേഹം ഉള്ളവരൊന്നും ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും നിൽക്കൂല. പിന്നെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും വളർത്തിയ മക്കളാണെങ്കിൽ അങ്ങനെ ഒന്നും നിൽക്കൂല, നല്ല ഡീസൻ്റ് ആയിരിക്കും. അപ്പോൾ എന്ന് വിചാരിച്ച് മഞ്ജു പിള്ള മകളെ നോക്കിയല്ല. കാരണം അവരുടെ ആ കുടുംബത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ട്രാജഡികളാണ്. മഞ്ജു പിള്ള എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശുചിത്വമായിട്ട് പിരിഞ്ഞു എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. കൃത്യമായിട്ട് അറിയില്ല, അവർ ഡിവോഴ്സാണ്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പിന്നെ പഴയ കാലത്തെ നടിമാറ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും അവിവാഹിതരായിട്ട് നിൽക്കുകയാണ്. നേരെ മറിച്ച് നടന്മാർ ആരെങ്കിലും ഉണ്ടോ? നടന്മാരെല്ലാവരും കല്യാണം കഴിച്ച് സെറ്റിലായി, അവർക്ക് കുടുംബവും കുട്ടികൾ എല്ലാം ഉണ്ട്. അവരിന്നിപ്പോഴും വേറെ കല്യാണത്തിനും കാര്യത്തിനും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അവർ മക്കളെയും കൊണ്ടാണ് പോകുന്നത്. നേരെ മറിച്ച് ഒരു നടി സിത്താര, അതുപോലെ തന്നെ ശോഭന, പിന്നെ ലക്ഷ്മി ഗോപാലസ്വാമി, ഇങ്ങനെയുള്ള നടിമാരോ അവർ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിച്ചു. ആ സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ട് അവർക്കൊരു കുടുംബം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭർത്താവില്ല, മക്കളില്ല, ഒന്നുമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരുപാട് നടിമാർ എന്ന് പറഞ്ഞാൽ അങ്ങനെയും ജീവിതം ഇതാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ തുണിയൂരി വെച്ച് ഉള്ള അപരാധങ്ങൾ, അതായത് ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ തന്നെയാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും തുണിയില്ലാതെ നടക്കുന്നത് തന്നെയാണ്. ഞാൻ 2 ദിവസം മുമ്പ് കണ്ടായിരുന്നു കൊച്ചിയിൽ ഒരു വേപ്പക്കുറ്റി പോലത്തെ ഒരു സാധനമായിരുന്നു. അത് സിനിമാ താരാന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ നിർമ്മാതാവാന്ന് പറയുന്നുണ്ട്, അതിനൊരു മകളും ഉണ്ട്, അതും തുണി അയച്ച് കാണിക്കുന്നതായിരുന്നു. അതാ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അടിയിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തെറി. അതായത് എന്താ ചേച്ചി ഇങ്ങനെ കാണിക്കുന്നത് ചോദിച്ചാൽ, നീ കാണിക്കണ്ട, നിന്റെ ആടിയുള്ളത് പോലെ തന്നെ ഇടിയില്ല, അവിടെ ഉള്ളത് ആരെങ്കിലും തുണി അയച്ച് കാണിക്കുന്നുണ്ട്, ഇല്ലല്ലോ. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് വരുമാനം കണ്ടെത്താനായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇത് കിട്ടാനായിരിക്കാം, കുറച്ചും കൂടി വില കിട്ടാനായിരിക്കാം, ഇങ്ങനെയൊക്കെയാണ് ഇവരൊക്കെ ചിന്തിക്കുന്നത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിന് വളരെ മോശം തന്നെയാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഇനി എന്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ നമുക്ക് ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാന്നില്ലേ? അതുപോലെയുള്ള കുറച്ച് ടീമുകളാണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ സപ്പോർട്ട് കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണല്ലോ നമുക്ക് കിട്ടുന്നത്, അതൊന്നും ചിന്തിക്കരുത്. കാരണം ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ നമുക്ക് ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ ചിരിക്കാൻ നല്ല ചേല് എന്ന് പറഞ്ഞ പോലെയാണ്. അതായത് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കരമായിട്ട് നല്ല സ്നേഹം കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നതൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, മഞ്ജു പിള്ളയായാലും ആരായി കഴിഞ്ഞാൽ അവനവൻ്റെ മക്കളാ ആ നിർത്തേണ്ട ഒരു ലെവലുണ്ട്. ആ ലെവലിൽ തന്നെ നിർത്തണം, ഇല്ലെങ്കിൽ മോശം തന്നെയാണ്. ഇപ്പോൾ ആൾക്കാർ അത് പറയുന്നത് ഇത് പറയുന്നത്. ഇന്നിപ്പോഴും എന്ന് പറഞ്ഞാൽ മറ്റേ എന്താ പറയുക, നമ്മുടെ പിന്നെ എന്താ ഷെഫീന, അവരുമായിട്ട് എന്തോ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അവരെന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ കണ്ടിട്ടില്ല, ഞാൻ എന്താ വെച്ചാൽ അങ്ങനത്തെ കാണാറില്ല. പക്ഷെ അവരെന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇത് കോണ്ടന്റ് ഇട്ട് കൊടുത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിലാണ്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ?
കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ പ്രതികരിക്കണം എന്നൊക്കെ ഉണ്ട്. അതായത് ഇതാർക്കും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഈ പെൺകുട്ടി ഇങ്ങനെ നടക്കുന്നതെന്ന് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കുറച്ച് ഫെമിനിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവൻ്റെ കുടുംബം നോക്കി തകർക്കുമ്പോൾ ഇങ്ങനെ തകരുമ്പോഴേ ചിരിക്കുന്ന കുറച്ച് ടീമുണ്ടല്ലോ. അതായത് ഇന്നലെ ഒരു ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടല്ലോ, എന്നാൽ എന്താ മറക്കല എന്തോ പറഞ്ഞിട്ടൊന്ന് അത് പറയുന്ന കേട്ടിട്ടായിരുന്നു. ഫെമിനിസ്റ്റുകളെ പ്രേമിച്ചു കഴിഞ്ഞാൽ മറ്റേ പരിപാടിക്ക് ഒരു ക്ഷാമം ഉണ്ടാവില്ല എന്ന്. അതിൻ്റെ വിചാരം എന്താ അറിയാം, ഈ ജനങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറും മറ്റേ ചിന്തയായിട്ട് നടക്കുന്നവരാണെന്നാണ്. അതാണ് ഇവരൊക്കെ പ്രശ്നമാണെന്ന്. ഈ ഫെമിനിസ്റ്റുകളുടെ ചില ടീമിൻ്റെ പ്രശ്നം എന്താ അറിയാം, ഈ ജനങ്ങളെല്ലാവരും ഈ കുടുംബപരമായിട്ട് ജീവിക്കുന്നവർ എപ്പോഴും എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് നടക്കുന്നവരാണെന്നാണ്. അതൊന്നും അല്ല കൊച്ചേ, കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെയാണ്. അതൊന്നും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവനെ തെറിയും പറഞ്ഞ് മറ്റേ ഇതും പറഞ്ഞ് നടക്കുന്നവനൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് മഞ്ജു പിള്ളയോട് പറയുകയാണ്, അതായത് മഞ്ജു പിള്ള മകൾക്ക് വേണ്ടിയിട്ട് ഉപദേശം കൊടുക്കുകയാണ്ടത്. അല്ലാതെ മകൾ എൻ്റെ മകളെയൊന്നും പറയില്ലേ, എൻ്റെ മകൾ എന്ത് ഡ്രസ്സ് ഇടണം അല്ലെങ്കിൽ എൻ്റെ മകൾ ഇതിട്ട് അതൊന്നല്ല പറയേണ്ടത്. ശരിക്കും എടുത്തായിട്ട് പറഞ്ഞു കൊടുത്തൂടെ, മോളെ നിൻ്റെ ഫാഷനും കാര്യങ്ങളും ഓക്കെയാണ് മോളെ, പക്ഷേ ഇതൊന്നും വേണ്ട, എന്തിനാണ് വെറുതെങ്കിലും ആൾക്കാരൊക്കെ കൊണ്ട് പറയിക്കുന്നത്, മനസ്സിലായി? എല്ലാവരും പറയില്ലേ. പിന്നെ ചില ആൾക്കാരുണ്ട് ഇങ്ങനെ ഇട് പോസ്റ്റ് ഇങ്ങനെ ഇടുന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അത് എന്ന് പറഞ്ഞാൽ ഞരമ്പ് രോഗികളാണ്. അതായത് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഞരമ്പന്മാരുണ്ടാവും. അവർക്ക് എന്താ അറിയാം, ഇനിയും കൂടുതൽ പോസ്റ്റ് ഇടുമോളെ എന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിക്കും. കാരണം അവർക്കിത് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞരമ്പന്മാർ കുറേ എണ്ണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലൂടെ വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു മക്കളെ, ഇതിൻ്റെ അകത്തൊന്നും കയറിയിട്ട് വെറുതെ എന്തിനാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്നാ പറയണ്ടത്, കുറേ എണ്ണത്തിന് എന്ന് പറഞ്ഞാൽ അസൂയാണ്, കുശുമ്പാണ്, അല്ലെങ്കിൽ ഇതൊക്കെ പിന്നെ എന്താ പറയണ്ടത് നടക്കുന്നതല്ലേ, വിദേശ രാജ്യങ്ങളിൽ നടക്കുന്നതല്ലേ. ഇവിടെ നമ്മുടെ രാജ്യവും വിദേശ രാജ്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മളെ രാജ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളക്കെറുപ്പങ്ങളും മറ്റേ അതും ഇതൊക്കെ കൂടിക്കൂടി വരുന്നതാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിയിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ, അവിടെ നിന്നൊക്കെ കൊണ്ടുപോയിട്ട് മോഡലിങ്ങിൻ്റെ മറവിൽ ദുബായിൽ കൊണ്ടുപോയിട്ട് ഇരിക്കുന്ന പരിപാടികൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്തു വന്ന കേസുകളാണ്. കുറേ കേസെല്ലാം മുങ്ങിപ്പോയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ വലയിലൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞാൽ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ മഞ്ജു പിള്ള തന്നെ ഇപ്പം നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ കുറേ കഴിഞ്ഞാൽ ചിലപ്പോൾ മഞ്ജു വിചാരിക്കും, എൻ്റെ ഈശ്വര അവർ പറഞ്ഞല്ലേ ശരി, എൻ്റെ മോളെ ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞല്ലോ, ഈ മക്കളെ നമ്മൾ അമിതമായിട്ട് ഒരാളെയും നമ്മൾ വിശ്വസിക്കരുത്. അതാരെയായാലും നമ്മളിപ്പോൾ എങ്ങനെയാണ് നമ്മളെ അച്ചടക്കം, എങ്ങനെയാണ് നമ്മളെ അച്ഛനും അമ്മയും പഠിപ്പിച്ചാലേ നമ്മളെ അച്ചടക്കം. അല്ലാതെ നമുക്കിത് വേറെ ആർക്കും പറഞ്ഞു തന്നാണോ? നമ്മൾ കൃത്യമായിട്ട് തുണിയെടുത്ത് പോകണം, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഇതുപോലെ നടക്കണം, സമൂഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ നടക്കണം എന്നൊക്കെ നമ്മളെങ്ങനെയാണ്, നമ്മൾ എവിടുന്നാണ് പഠിച്ചത്? നമ്മളെ പഠിച്ച നമ്മളെ ഗുരുനാഥന്മാർ. എന്നിട്ട് നമ്മൾ മോശമായിട്ടുണ്ടോ? നമ്മൾ മോശമായിട്ടില്ല. പക്ഷെ നേരെ മറിച്ച് എന്താണ്, ഇപ്പം കുറേ ടീമുകൾ ഫെമിനിസ്റ്റ് അറ്റൈസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടീം ഏറ്റെടുത്തിട്ടുണ്ട്. അവിടെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഈ ഫെമിനിസ്റ്റ് എന്ന് നമ്മുടെ പിന്നെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തോ. കുറേ നാൾ കണ്ടില്ലെങ്കിൽ ഈ ചുംബന സമരം എന്ന് പറഞ്ഞിട്ടൊരു അൽമ്പ് പരിപാടി, ചുംബിക്കലുമില്ല, എല്ലാവരും പോയിട്ട് വൃത്തികെട്ട പരിപാടി. അതിൻ്റെ അകത്തോട്ട് എന്തെല്ലാം രോഗം വരുമോ? മറ്റവനെ പോയിട്ട് ഒന്നും അറിയാത്തവനെ പോയി ചുംബിക്കോ വരുവായിരുന്നു, ചുംബന സമരം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അകത്ത് കുറേ നാറിയായിരുന്നു, നല്ലോണം നാറി കുളിച്ചു ആടുന്നല്ലോണം. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും നല്ലതായിക്കഴിഞ്ഞാൽ നല്ലത്, ഇല്ലെങ്കിൽ മോശം തന്നെ. ബൈ, ഞാനധികം പറയുന്നില്ല, ബാപ്പ.